ഹായ്, ഇന്ന് നമ്മൾ ഒരു ചെടി നടാനുള്ള ഒരു പരിപാടിയിലാട്ടോ. ഇന്ന് മഴയൊക്കെ മാറിയൊരു ദിവസമായിരുന്നു. പകലൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് നട്ടുവെച്ചിരുന്ന ഒരു ചെടിയായിരുന്നു, നമ്മുടെ ഫിലോഡെൻഡ്രോൺ ആണ്. അപ്പോൾ നമുക്കത് ആദ്യം നമ്മുടെ അടുത്ത് ഉണ്ടായതാട്ടോ. പിന്നെ അതൊക്കെ എങ്ങനെയൊക്കെയോ പോയി. അപ്പോൾ ഞാനിപ്പോൾ ഒരു കഷ്ണം നമുക്ക് വേറെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയപ്പോൾ ഞാനത് ഒരു ചെറിയ ചട്ടിയിൽ നട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്ക് ഇനി ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റാമെന്ന്. ഇനി ആ ചെറിയ ചട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിന് വളർച്ചയൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഫസ്റ്റ് ഞാൻ കുറച്ച് കയറൊക്കെ മേടിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ കയറൊക്കെയെന്ന്. കയറ് നമ്മൾ ഈ ഒരു തടി കഷ്ണത്തിൽ, മരത്തിൻ്റെ ഒരു കഷ്ണമാണ്, അതിൽ നമ്മൾ ഇങ്ങനെ ചെറുതായി ചുറ്റി കൊടുക്കുകയാണ്. ഇത് ഇച്ചിരി പാടുള്ള ജോലി തന്നെയാണ് കേട്ടോ, ഈ കയറ് ഇങ്ങനെ ചുറ്റിയെടുക്കല്. അതായത് മേളിൽ നിന്നിട്ട് നമ്മൾ ഈ കഷ്ണം നമ്മൾ ഈ ചട്ടിയുടെ അടിയിലേക്ക് കുഴിച്ച് വെച്ചിട്ട് അതിൽ നമുക്ക് ഈ ചെടി പടർത്താൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ചെടി വളർന്നു കഴിഞ്ഞിട്ട് ഈ മരക്കഷ്ണം കുഴിച്ച് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ മരക്കഷ്ണം ആദ്യം വെച്ചിട്ട് കയർ ചുറ്റി വെച്ചിട്ട് നമുക്ക് ഈ ചട്ടിയിൽ കുഴിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് നട്ടു തുടങ്ങാം. ചെടിയുടെ ഒപ്പം തന്നെ അത് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ്, കുറച്ച് മണലും കൂടി ആഡ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം കൂടി ചേർത്ത് നമ്മുടെ ഈ ചെടി നമ്മൾ വെച്ച് കൊടുത്തു. ഫസ്റ്റ് നമ്മൾ ആ മരക്കഷ്ണം വെച്ചു, അതിൽ ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചെടി വെച്ചത്. ഈ ചെടി വെച്ച് നല്ലോണം മണ്ണൊക്കെ ഇട്ട് 4 സൈഡ് നല്ലോണം ഉറപ്പിച്ചു. മരത്തിൻ്റെ കഷ്ണത്തിന് ഇത്തിരി പൊക്കമുള്ള ടൈപ്പാണ്. അപ്പോൾ അതിന് ചെറിയൊരു ആട്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സൈഡൊക്കെ നല്ലോണം ഉറപ്പിച്ചു കൊടുത്തു. ഇത്രയും ആയിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ചെടി. ഈ ഒരു വലിപ്പത്തിലുള്ള ചെടിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലോണം കയറൊക്കെ ചുറ്റി നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട്. ഈ ചെടി ഇനി ആ കയറുമേക്ക് കയറി ആ മരക്കഷ്ണത്തുമ്പോൾ പടർന്ന് കയറിക്കോളും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കണ ഒരു അടിപൊളി ചെടിയാണ്. നമ്മളിതൊരു വൈറ്റ് കളർ ഒരു പ്ലാന്റ് ഒരു ചട്ടിയിലേക്ക് ഇത് മാറ്റിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചെടിയാട്ടോ ഈ ഫിലോഡെൻഡ്രോൺ. നല്ലൊരു യെല്ലോ കളർ പോലത്തെ ഒരു ഇലയാണ് ഇനി വരുന്നത്. പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ ചെടിക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചട്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ചെടിയുടെ ഇലകളും കൂടി കഴുകിയിട്ട് നമ്മളത് സിറ്റ് ഔട്ടിലേക്ക് എടുത്തു വെച്ചിട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ വളർച്ച ഓരോന്നായിട്ട് കാണാം കേട്ടോ. പിന്നെ ഇതാട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതേപോലെയാണ് വരുന്നത്. ഇനി അത് പടർന്ന് കയറി കഴിയുമ്പോൾ നല്ല സെറ്റായി വന്നോളും. നല്ല അടിപൊളി ഒരു ചെടിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.